നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. അധ്യാപകൻ എഴുതിയ വരികൾക്ക് അധ്യാപിക ഈണം നൽകുകയും അധ്യാപകർ ആലപിക്കുകയും വിദ്യാർത്ഥികൾ ചുവടുവച്ചതും ഉപജില്ലാ കലോത്സവത്തിൽ വേറിട്ട കാഴ്ചയായി. ദേശീയപാത കൊടകരയിൽ KSRTC ഓർഡിനറി ബസിന് പുറകിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച അപകടം. റോട്ടറി ക്ലബ് ഓഫ് കൊടകരയുടെ നേതൃത്വത്തിൽ കൊടകര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ ഹെൽത്ത് അവയർനെസ് ക്ലാസ് നടത്തി. മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ ബദൽ റോഡ് ഒരുക്കാതെ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. വാർത്തകൾ വിശദമായി. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടി ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, മായ ശിവദാസൻ, ആതിര ദേവരാജൻ, KP ജെയിംസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മുകുന്ദൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ, സംഘാടക സമിതി ജനറൽ കൺവീനർ M സുധീർ എന്നിവർ സംസാരിച്ചു. കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. KK രാമചന്ദ്രൻ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പങ്കാളിത്തം, മത്സരാർത്ഥികൾ ഇത്രമാത്രം ഇപ്പം തന്നെ ഇവിടെ ഈ ഒരു ഉപജില്ലാ കലോത്സവത്തിൽ തന്നെ ഞാൻ ടീച്ചർമാരോട് ചോദിച്ചപ്പോൾ ഏകദേശം 5000 കുട്ടികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ഇനി ജില്ലാതലത്തിലും അതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ച് നടക്കാൻ പോകുന്ന സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ യുവപ്രതിഭകളാണ്. സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം. ഞാൻ ആക്ടർ എന്നുള്ളത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് പ്രൗഡായിട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ ഡാൻസ് കളിക്കുന്നതാണെന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഞാൻ മോണാക്ട് ചെയ്തതിലൂടെയാണ് ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ നാടകത്തിൽ ചെന്നുപെട്ടത്. അത് ത്രൂ ആണ് ഞാൻ സിനിമയിൽ ചെന്നുപെട്ടത്. ഡെഫിനറ്റ്ലി ഞാൻ കലോത്സവം വാർത്തെടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടതൊരു വലിയ മൊമെൻറ്റ് തന്നെയാണ്. അതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ, എൻ്റെ ആദ്യത്തെ സിനിമ പൂമരം എന്ന് പറയുന്ന ഇബ്രിക് ഷൈൻ സംവിധാനം ചെയ്തിട്ടുള്ള കാളിദാസൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ. ജഡ്ജസിന്റെ തെറ്റായ തീരുമാനമാണെന്നാരോപിച്ച് ചാലക്കുടി സബ് ജില്ലാ കലോത്സവ വേദി തർക്കവേദിയായി. നവംബർ 18 മുതൽ 21 വരെയുള്ള തീയതികളിൽ കൊടകരയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ചാലക്കുടി സബ് ജില്ലാ കലോത്സവത്തിന്റെ 2ാം ദിനമായ ചൊവ്വാഴ്ചയാണ് സംഭവം. കൊടകര ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഗ്രൂപ്പ് മത്സരങ്ങളിൽ ദഫ്മുട്ടിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീമിന് 1ാം സ്ഥാനം നൽകിയെന്നാരോപിച്ച് മറ്റ് ടീം അംഗങ്ങളും രക്ഷിതാക്കളും കാണികളും രംഗത്ത് വരികയായിരുന്നു. സംഘാടക സമിതി അംഗങ്ങൾ ഇടപെട്ട് തർക്കമുള്ളവർക്ക് അപ്പീൽ നൽകാമെന്നും മത്സരം മുഴുവനും വീഡിയോ പകർപ്പുള്ളതാണെന്നും ബോധ്യപ്പെടുത്തിയതോടെയാണ് തുടർന്നുള്ള മത്സരങ്ങൾ നടത്താനായത്.
അധ്യാപകൻ എഴുതിയ വരികൾക്ക് അധ്യാപിക ഈണം നൽകുകയും അധ്യാപകർ ആലപിക്കുകയും വിദ്യാർത്ഥികൾ ചുവടുവച്ചതും ഉപജില്ലാ കലോത്സവത്തിൽ വേറിട്ട കാഴ്ചയായി. കൊടകരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ സ്വാഗതഗാനമാണ് കലോത്സവ വേദിയിൽ വേറിട്ട കാഴ്ചയായി മാറിയത്. ഇതിനോടകം തന്നെ നിരവധി ആൽബങ്ങളിലും ചലച്ചിത്രങ്ങളിലും ഗാനങ്ങൾ എഴുതിയ കോടാലി സ്വദേശിയും ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സംസ്കൃതം അധ്യാപകനുമായ ഡോക്ടർ നിതീഷ് ഗോപിയാണ് പുലരീത നന്ദുണിയിൽ പുതുമയേഴും കഥ പാടി വന്നൊരു നേരം ഒന്നു ചേരാം എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയത്. നമ്മുടെ ചാലക്കുടി ഉപജില്ലയുടെ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു സ്വാഗതഗാനം രചിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. കാരണം അതിൻ്റെ ഉദ്ഘാടനം തന്നെ വളരെ വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ആഗ്രഹിച്ചിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു സ്വാഗതഗാനം ചിട്ടപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അതിൽ വരികൾ എഴുതാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് തന്നെ ഒരു സുഹൃത്തിൻ്റെ ചേച്ചിയായിട്ടുള്ള റജി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗീത അധ്യാപികയാണ്. ഒരു +2 അധ്യാപികയും കൂടിയിട്ടാണ് സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. അവരാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അധ്യാപികയായ റജി രാധാകൃഷ്ണനാണ് ഈണം നൽകിയത്. ഉപജില്ലയിലെ അധ്യാപകരായ ആശ സുബ്രഹ്മണ്യൻ, ശ്രീകുട്ടി, ജാനറ്റ്, ശ്രീകുമാർ, അക്ഷയ് തുടങ്ങി അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഗാനം ആലപിച്ചത്. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളായ ആദിലക്ഷ്മി, ഇസബെല്ല, ഹരിത, ഗൗരിനന്ദ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സ്വാഗതഗാനത്തിന് നൃത്തച്ചുവടുകൾ വെച്ചത്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഗാനം എഴുതിയതും അത് ചിട്ടപ്പെടുത്തി ദൃശ്യാവിഷ്കാരം ഒരുക്കിയതും. അധ്യാപകൻ എഴുതിയും അധ്യാപിക ഈണം നൽകിയ വരികൾ അധ്യാപകർ പാടിയതും വിദ്യാർത്ഥികൾ കളിച്ചതും കലോത്സവത്തിന്റെ കൗതുക കാഴ്ചകളിൽ ഒന്നായി മാറി. KSRTC ഓർഡിനറി ബസ്സിന് പിറകിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച് അപകടം. 4 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത കൊടകരയിൽ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയായിരുന്നു അപകടം. കളിയിക്കാവളിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന KSRTC സ്വിഫ്റ്റ് ബസ് ചാലക്കുടിയിൽ നിന്നും തൃശ്ശൂർക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിന് പിറകിൽ ഇടിക്കുകയായിരുന്നു. കൊടകരയിൽ നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നിടത്തായിരുന്നു അപകടം. പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ ബദൽ റോഡ് ഒരുക്കാതെ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു വശത്ത് ദേശീയപാതയിലേക്കുള്ള പ്രവേശനം അടയ്ക്കുകയും സർവീസ് റോഡ് വഴി ഗതാഗതം തിരിച്ചുവിട്ട ശേഷം ചൊവ്വാഴ്ച രാവിലെ നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമമാണ് തടഞ്ഞത്. പൂർണ്ണമായി സർവീസ് റോഡ് നിർമ്മിച്ച് വാഹന ഗതാഗതത്തിന് ബദൽ സംവിധാനം ഒരുക്കിയ ശേഷം മാത്രമേ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ എന്നാണ് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചിരുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത പറഞ്ഞു. റോഡിന്റെ 2 വശത്തെയും സർവീസ് റോഡുകൾ പൊളിച്ചിട്ട് 3 മാസത്തോളമായിട്ടും റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ തയ്യാറാവാതെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചാൽ നടക്കുവാൻ പോലും സാധിക്കാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥയാണ്. നിർമ്മാണ കമ്പനിക്ക് തോന്നിയ പോലെയാണ് നിർമ്മാണ ജോലികൾ നടത്തുന്നത്. പലയിടത്തും അശാസ്ത്രീയമായ നിർമ്മാണ ജോലികളാണ് നടക്കുന്നത്. കുറേ കാനകൾ നിർമ്മിക്കുകയും കുറച്ചു കഴിയുമ്പോൾ അത് പൊളിച്ച് വേറെ നിർമ്മിക്കുന്ന തരത്തിലാണ് നിർമ്മാണ ജോലികൾ നടന്നു വരുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് C വിനോദ്, സെക്രട്ടറി തോമസ് പൈനാടത്തിൻ്റെയും നേതൃത്വത്തിലാണ് നിർമ്മാണ ജോലികൾ തടയുകയും പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു വരുത്തുകയുമായിരുന്നു. പ്രസിഡന്റ് MS സുനിത, വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ PP പരമേശ്വരൻ എന്നിവർ സ്ഥലത്തെത്തി നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം ദേശീയപാതയിലേക്കുള്ള പ്രവേശനം അടച്ചുകെട്ടിയത് മാറ്റുകയും ബദൽ റോഡ് 2 വശത്ത് പൂർണ്ണമായി നിർമ്മിച്ച ശേഷം മാത്രം അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അസോസിയേഷൻ ഭാരവാഹികളായ പോൾസൺ കരേടൻ, പൗലോസ് വെളിയത്ത്, GD ജോസ് തുടങ്ങിയവരും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ 2 മണിക്കൂർ നേരം നടത്തിയ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് എത്രയും വേഗം ബദൽ സംവിധാനം ഒരുക്കിയ ശേഷം നിർമ്മാണം ആരംഭിക്കാമെന്ന് സമ്മതിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ മറ്റു ചില ആവശ്യങ്ങളുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് പറയേണ്ടതാണ്. അത് ഞങ്ങൾ അവിടെ പറയും. നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളോ ലോക്കൽസോ തർക്കത്തിലില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ പ്രകാരം പണി നടത്തണം. എന്താണോ നിങ്ങളുടെ ഡൈവേർഷൻ പ്ലാൻ ആയിരുന്നത്, നിങ്ങൾ എന്താണോ ഞങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുള്ളത് അത് പ്രകാരം ഇവിടുത്തെ പണികൾ തീർക്കണം.
റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടകരയുടെ നേതൃത്വത്തിൽ കൊടകര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ ഹെൽത്ത് അവയർനെസ് ക്ലാസ് നടന്നു. ജീവിതശൈലി രോഗങ്ങൾ കാരണം ആശുപത്രികളിൽ കയറി ഇറങ്ങാതിരിക്കാൻ എങ്ങനെ ആരോഗ്യപരമായ ഭക്ഷണ രീതിയും വ്യായാമവും വീടുകളിൽ ശീലിക്കാം എന്നതിനെക്കുറിച്ച് കൊടകര റോട്ടറി ക്ലബ്ബ് അംഗം റൊട്ടേറിയൻ സിജോ എലഞ്ഞിക്കാടൻ ക്ലാസ് നയിച്ചു. സ്കൂൾ മാനേജർ ടി കെ സതീഷ്, പ്രിൻസിപ്പാൾ റോഷൻ പി നായർ, സീനിയർ വൈസ് പ്രിൻസിപ്പാൾ സീമ ജി നായർ, റോട്ടറി ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി റൊട്ടേറിയൻ നിവിൻ ചെറാക്കുളം, ട്രഷറർ റൊട്ടേറിയൻ വിജയൻ കപ്ലിങ്ങാട്ട്, റൊട്ടേറിയൻ സിൻഡോ ദേവസി, റോട്ടറി ആൻഡ് മിനി പരമേശ്വരൻ എന്നിവർ നേതൃത്വം നൽകി. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെജിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, മുരിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, ഇരിഞ്ഞാലക്കുട ഉപജില്ല നൂൺ മിൽ ഓഫീസർ മുരളി എന്നിവർ വിശിഷ്ട സാന്നിധ്യം അലങ്കരിച്ചു. PTA പ്രസിഡന്റ് AS സുനിൽകുമാർ, MPTA പ്രസിഡന്റ് ഷീബ ജയൻ, SMC ചെയർമാൻ AT നിരൂപ്, മുരിയാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം, വികസന സമിതി അംഗങ്ങൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഹെഡ് മിസ്ട്രസ് ET ബീന സ്വാഗതവും PTA വൈസ് പ്രസിഡന്റ് CG പ്രദീപ് നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,995 രൂപ, പവന് 55,960 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര, പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. അധ്യാപകൻ എഴുതിയ വരികൾക്ക് അധ്യാപിക ഈണം നൽകുകയും അധ്യാപകർ ആലപിക്കുകയും വിദ്യാർത്ഥികൾ ചുവടുവെച്ചതും ഉപജില്ലാ കലോത്സവത്തിൽ വേറിട്ട കാഴ്ചയായി. ദേശീയപാത കൊടകരയിൽ KSRTC ഓർഡിനറി ബസ്സിന് പുറകിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച അപകടം. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടകരയുടെ നേതൃത്വത്തിൽ കൊടകര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ ഹെൽത്ത് അവയർനെസ് ക്ലാസ് നടത്തി. മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ ബദൽ റോഡ് ഒരുക്കാതെ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.